ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ PSCക്ക് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് ഡ്രൈവിംഗ് ജോലിക്ക് വേണ്ടി കേട്ടോ. ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഡ്രൈവർ ആവശ്യമാണ്. ആ ഡ്രൈവർ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന കുട്ടികൾ ഓരോ അപേക്ഷകൾ അവർ സമർപ്പിക്കുമ്പോഴും അതിൽ അവർക്ക് വരുന്ന സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന 5 സംശയങ്ങൾ ആണ്, ഒരു 4-5 സംശയങ്ങളാണ് ഇപ്പോൾ എൻ്റെ മൈൻഡിലുള്ളത്. അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് എന്താണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ, ഏകദേശം 2014 മുതൽ ഞാൻ ഈ ഒരു ഫീൽഡിലാണ്. PSC കാര്യങ്ങൾക്കായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കലും ആ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കി നല്ല റിസൾട്ടാണെന്നുള്ളതൊക്കെ ഒരുവിധം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ ഒരു അനുഭവത്തിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഞാനത് പറഞ്ഞു വരുന്നത്. കാരണം ഇതിപ്പോൾ കുറേ ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നു, കുറേ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടാവും. അവരത് എങ്ങനെ ചോദിക്കുക, ഇനി ആരെ കൊണ്ടാണ് അറിയുക, ഇനിയിപ്പോൾ സാറെ വിളിച്ചാൽ കിട്ടുമോ, ഇങ്ങനെ കിട്ടാത്ത ആൾക്കാരും ഉണ്ടാവും, കുറേ പ്രാവശ്യം വിളിക്കുമ്പോൾ കിട്ടുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു മറുപടി എന്നുള്ള നിലയിലാണ് ഞാനത് പറയുന്നത്. അത് ഈ കോമൺ ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ഈ 5 സംശയങ്ങളെ എല്ലാം കൂടെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോഴേക്കും ആ വീഡിയോന് ഒരുപാട് ലെങ്ത്ത് വരും. കാരണം ഇപ്പോൾ ഇന്നത്തെ ഒരു ട്രെൻഡിൽ ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ കാണാൻ ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം അതിനൊരു റിസ്ക് എടുക്കില്ല. അപ്പം ഞാൻ അതിനെ ഒരു 5 പാർട്ടായിട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ വരുന്ന സംശയങ്ങൾ, LMV ബാഡ്ജ് എന്ന് പറഞ്ഞിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സാർ. ആ അപേക്ഷയിൽ എനിക്ക് ബാഡ്ജ് ഇല്ല, എനിക്കത് അപേക്ഷിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എനിക്ക് ബാഡ്ജ് ഉണ്ടായിരുന്നു, അതെൻ്റെ 2018, 19 അല്ലെങ്കിൽ 20 എൻ്റെ കഴിഞ്ഞു, ഇനി ഞാൻ അതിനെ നിലനിർത്താൻ എന്ത് ചെയ്യും? അങ്ങനെ ആ ബാഡ്ജും LMVയും തമ്മിലുള്ള സംശയമാണ് ഒന്ന്. 2, ഞാൻ പെക്സ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് ഡ്രൈവർ തസ്തിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ടെസ്റ്റ് എഴുതി പാസ്സായി പോസ്റ്റിംഗ് ടൈമിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? 2. മൂന്നാമത് വരുന്നത്, LMVക്ക് ഏതൊക്കെ വാഹനങ്ങളാണ് സാർ ഉപയോഗിക്കുന്നത്, നമ്മൾ ഏതൊക്കെ വാഹനങ്ങൾ പഠിക്കണം, ഇതുവരെയുള്ള സാറിൻ്റെ അനുഭവത്തിൽ ഏതൊക്കെ വാഹനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഞാൻ ഇന്ന ജില്ലക്കാരനാണ്, കഴിഞ്ഞ പ്രാവശ്യം ആ ജില്ലയിൽ ഏത് വാഹനമായിരുന്നു, ഇങ്ങനെയുള്ളൊരു സംശയമാണ്. പിന്നെ 4, ഈ പരീക്ഷയ്ക്ക്, ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി ഏതൊക്കെ ബുക്കുകളാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്, കോമൺ ആയിട്ട് ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്തിട്ടാണ് സാറിൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന കുട്ടികൾ പരീക്ഷ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. 5, സാർ ഇതിപ്പോൾ ഞാൻ LMVക്ക് അപേക്ഷിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ HDV ആണ് ഞാൻ അപേക്ഷിച്ചിരിക്കുന്നത്, ട്രയൽ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, പിന്നീട് വന്നു കഴിഞ്ഞാൽ അത് തിരക്കായിട്ട് ബുദ്ധിമുട്ടാകുമോ, അങ്ങനെ ട്രയലിനെ കുറിച്ചിട്ട്. അങ്ങനെ ഈ 5 സംശയങ്ങളാണ് ഈ ഒരു ഇതുമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 5 സംശയങ്ങൾക്ക്, ഓരോ സംശയങ്ങൾക്കായിട്ടുള്ള മറുപടി ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിന്ന് ഒരു ചിലപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ഒരു 2 ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 ദിവസം ഒരിക്കലായിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, എല്ലാവർക്കും കാണാൻ പറ്റും. അതൊരു വലിയൊരു ഫാക്റ്റ് ഉണ്ട് അതിൽ. നമ്മൾ ഒരാളെ 2 ആളെ 3 ആളെ ഉദ്ദേശിച്ചിട്ടാണ് ഇതൊരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ, പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അത് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നിന്ന് കുറച്ച് നേരമായി പറയാൻ തുടങ്ങിയിട്ട്. ഇത് ബൊലോറ, എൻ്റെ ബൊലോറ വണ്ടിയാണ് ഇത്. ഈ ബൊലോറ വാങ്ങിച്ചത് ഈ ഒരു പർപ്പസൊക്കെ ഉദ്ദേശിച്ചിട്ട് തന്നെ, ഈ PSC ആയിട്ട് മെയിനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം ഇരുന്ന് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ അപേക്ഷ നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്നത്, ആദ്യത്തെ സംശയത്തിലേക്ക് തന്നെ പോകാം. അതായത് LMV ബാഡ്ജ്, LMV മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ LMV ബാഡ്ജ് ഉണ്ടെന്ന്. നിങ്ങൾക്ക് LMVക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത്. അതുപ്രകാരം നിങ്ങൾ ബാഡ്ജ് ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം അപേക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നിയമപ്രകാരം LMV ലൈസൻസ് ഉള്ള ആൾക്ക് ബാഡ്ജ് വേണമെന്ന് നിർബന്ധമില്ല. 1. 2, PSC LMV വിത്ത് ബാഡ്ജാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചത് എങ്കിൽ
നിങ്ങൾക്ക് ഹെവി ഉണ്ടെങ്കിൽ മാത്രമേ ആ ബാഡ്ജ് നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഹെവി ലൈസൻസുള്ള ഒരാളായിരിക്കണം നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ബാഡ്ജ് വരുള്ളൂ. ആ ബാഡ്ജുള്ള ആൾക്ക് LMVയും ബാഡ്ജും എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കാം. പക്ഷെ ഇതിൽ നിങ്ങൾ ബാഡ്ജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അപേക്ഷിച്ചിരിക്കുക. അത് നിങ്ങളൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരിക്കലും അപേക്ഷിക്കരുത്, ഇങ്ങനെയല്ലേ ചോദിച്ചു അതുകൊണ്ട് അപേക്ഷിക്കരുത്, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അപേക്ഷിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയാം. നിങ്ങൾ അപേക്ഷിക്കുക. അപേക്ഷിച്ച് നമ്മൾ പഠിക്കുക, പഠിച്ച് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് അവിടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേരിഫിക്കേഷൻ, അവിടെ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ വേരിഫിക്കേഷനിൽ നിങ്ങൾ റിജക്റ്റ് ആവും. അത്രേ ഉള്ളൂ. അതിൽ വേറെ ഒരു കാര്യങ്ങളും ഇല്ല. ഇനി അങ്ങനെ ഞാൻ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ട് നമ്മൾക്ക് പ്രശ്നമാകുമോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് നിയമപ്രകാരം LMV വെഹിക്കിൾസിന് ബാഡ്ജ് വേണ്ട. നിങ്ങൾ ബാഡ്ജ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപേക്ഷിക്കാം. അവിടെ തെറ്റൊന്നുമില്ല. കാരണം ഇനി PSCക്ക് ഇതിനുള്ള ഇപ്പോൾ PSCയിലേക്ക് ഇതിൻ്റെ ഓർഡറും കാര്യങ്ങളും നോട്ടിഫിക്കേഷനൊക്കെ PSCക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. കാരണം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള LMV ടെസ്റ്റുകൾക്ക് ബാഡ്ജ് പരിഗണിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ആദ്യം ബാഡ്ജ് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാഡ്ജ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള LMV ടെസ്റ്റിലേക്കും കൂടെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അതിൻ്റെ കൃത്യമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അറിയില്ല. ഇതിപ്പോൾ നിങ്ങളെപ്പോലുള്ള ഓരോ ഉദ്യോഗാർത്ഥികളെ എന്നെ വിളിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. ഇതിൽ നിങ്ങൾക്ക് LMV ഇല്ലാതെ LMV ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അപേക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ബൈക്കിൻ്റെ ഇത് കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ നിങ്ങളില്ലാത്തൊരു കേസ് അപേക്ഷിച്ചിട്ട് പിന്നെ അതിനുശേഷം നിങ്ങളെ ലൈസൻസ് റെഡിയാക്കി എടുത്തിട്ട് പരീക്ഷ ടൈമിൽ അതുകൊണ്ട് പോവുക. അങ്ങനെയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കത് അവിടെ തീർച്ചയായിട്ടും ഡീബാർ ചെയ്യും. കാരണം PSCയുടെ നിയമത്തിന് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങളവിടെ നടന്നിരിക്കുന്നത്. PSC എന്താണോ ചോദിച്ച് അത് ഇല്ലാതെ നിങ്ങളത് ഉണ്ടെന്ന് പറഞ്ഞ് അവരെ കബളിപ്പിച്ച് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഷുവറായിട്ടും അവിടെ ഡീബാർ ചെയ്യും. അതുപോലെയുള്ള ഡീബാർ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇപ്പം നിലവിൽ നിങ്ങൾ PSCക്ക് LMV വിത്ത് ബാഡ്ജോ അല്ലെങ്കിൽ LMV ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ചോളൂ. നിങ്ങൾ പരീക്ഷയ്ക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുക. അതിന് പഠിച്ച് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ജൂലൈ 10-നാണ് നിങ്ങളുടെ എക്സാം എന്നുള്ളതാണ് എൻ്റെ അറിവ്. 2021 ജൂലൈ 10-നുള്ള എക്സാം നിങ്ങൾ വൃത്തിയായിട്ട് എഴുതുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വേരിഫിക്കേഷൻ ഉണ്ടാവും. വേരിഫിക്കേഷനിൽ നിങ്ങളുടെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെന്ന് പറഞ്ഞാൽ പറ്റുമോ പറ്റില്ല എന്നുള്ളത് അവർ പറയും. അപ്പോൾ എൻ്റെ ഒരു അറിവ് പ്രകാരം LMV വെഹിക്കിൾസിന് ബാഡ്ജ് വേണ്ട എന്നുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ് നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഉള്ളത്. ഇനി ഇപ്പോൾ ബാഡ്ജുള്ള ആൾക്കാരെ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ PSC ബാഡ്ജ് നിർബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർബന്ധം തന്നെയാണ്. പിന്നെ അതിനെ നമ്മൾക്ക് തിരിക്കാനും മറിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉള്ളത്, നിങ്ങൾക്ക് ആ ബാഡ്ജ് ഇല്ലാത്ത ആൾക്കാർ അതിൽ അപേക്ഷിച്ചിട്ടുണ്ട്, നിങ്ങൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗ്യാങ്ങായിട്ട് തന്നെ കോടതിയെ സമീപിക്കാം. LMV വെഹിക്കിൾസിന് ബാഡ്ജ് വേണ്ട എന്നുള്ള നിയമം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആരും ബാഡ്ജ് എടുത്തിട്ടില്ല. ആ നിയമം ഇന്ന സമയത്താണ് തുടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ നിയമം ഇറങ്ങിയതിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ ഓർഡറിൻ്റെ കോപ്പികളോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ ഇത് ഞാൻ സംഘടിപ്പിച്ച് തരാം. ഈ സാധനം എൻ്റെ അടുത്തുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നേരത്തെ ഇപ്പോൾ LMV 2 വീലർ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ LMV മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അത് ചില ബാഡ്ജ് നേരത്തെ എടുത്തിട്ടുണ്ടാവാം. ഓട്ടോറിക്ഷയ്ക്കായിട്ട് ബാഡ്ജ് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഇല്ലാതെ ബാഡ്ജ് എടുത്തിട്ടുണ്ടാവാം. എങ്ങനെയാണ് ബാഡ്ജ് എടുത്തു? 2015-ലോ 2016-ലോ 2017-ലോ ഒക്കെ തെറ്റി അത് അങ്ങനെ കിടക്കുകയാണ്. അത് അപേക്ഷിക്കാൻ നമ്മൾക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് അന്ന് ആ ബാഡ്ജ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ സംബന്ധിച്ച് ആ ബാഡ്ജ് തെറ്റാൻ പാടില്ല എന്നായിരുന്നു. ഇന്നിപ്പോൾ LMV ലൈസൻസുകൾക്ക് ബാഡ്ജ് അത്യാവശ്യം ഇല്ല എന്നുള്ളൊരു കാര്യമുള്ളതുകൊണ്ട് ഇത് നമ്മൾക്ക് ഇപ്പോൾ നിലവിൽ അത് പരിഗണിക്കും നിങ്ങളുടെ ഈ സാധനം. പിന്നെ അതേപോലെ ഈ നിയമം ബാഡ്ജ് പുതുക്കണ്ട എന്നുള്ള നിയമം LMV വാഹനങ്ങൾക്ക് ബാഡ്ജ് പുതുക്കണ്ട എന്നുള്ള നിയമം വരുന്നത് 2018-ആണ്. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസത്തിന് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാത്ത ഉദ്യോഗസ്ഥന്മാർ അതിനെ പുതുക്കി കൊടുത്തിട്ടുണ്ട്. കൃത്യമായി അറിയുന്ന ആൾക്കാരെ പുതുക്കി തരാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുതുക്കി കൊടുത്ത കേസുകൾ ഇപ്പോൾ 2021-22-ലൊക്കെ ചിലപ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുള്ളൂ.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇപ്പോൾ നിലവിൽ ഒരു കാര്യം ഞാൻ പറയാം. 2019 ജൂൺ 6 മുതൽ 2019 ജൂൺ 6 മുതലുള്ള എല്ലാ 6-ന് ശേഷമുള്ള അതായത് ഇപ്പോൾ ഞാനൊരു കാര്യം പറയാൻ നോക്കി നിർത്തിയില്ലേ, 2019 ജൂൺ 6-ന് ശേഷം എല്ലാ അതായത് കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം എല്ലാ ലൈസൻസുകളിലും ഹെവി ഉള്ളതിന് മാത്രമേ ബാഡ്ജ് നിലനിർത്തിയിട്ടുള്ളൂ. ഹെവി ഇല്ലാത്ത ബാക്കി എല്ലാ ലൈസൻസുകളുടെയും ബാഡ്ജ് ആൾറെഡി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ കയ്യിലുള്ള ചിലപ്പോൾ ആ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ബാഡ്ജ് ഉണ്ടാവും, പക്ഷേ അത് നിങ്ങൾ നെറ്റിലടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റൂല. ഇനി ഇത് നിങ്ങളൊരു ഹെവി എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിലും നിങ്ങൾ ആദ്യം ബാഡ്ജ് എടുത്തേ നിങ്ങൾക്ക് മതിയാവുള്ളൂ. എനിക്ക് നേരത്തെ ബാഡ്ജ് ഉണ്ടായിരുന്നു കൊണ്ട് കാര്യമില്ല, അത് ആൾറെഡി ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഇനി അത് ബാഡ്ജ് എടുത്തേ മതിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ LMB ബാഡ്ജും പിന്നെ LMB മാത്രം ഉള്ള 2 കൂട്ടർ എന്ത് ചെയ്യണം, ഇതിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള കൺഫ്യൂഷൻസ് തീർന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ LMB ആണെങ്കിലും LMB ബാഡ്ജ് ആണെങ്കിലും നിങ്ങൾ പരീക്ഷയ്ക്ക് അത് ഫോർവേഡ് ചെയ്യുക, അപ്ലൈ ചെയ്ത് വൃത്തിയായി പഠിച്ച് ഷോർട്ട് ലിസ്റ്റിൽ ഇടം തേടുന്നത് വരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. പഠിച്ച് എനിക്ക് ഷോർട്ട് ലിസ്റ്റ് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് പിടിച്ച് പിന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ടൈം ഉണ്ടാവും. ആ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് വേരിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ തൊട്ട് മുൻപായിട്ട് ഒരു വേരിഫിക്കേഷൻ ഉണ്ടാവും. ആ വേരിഫിക്കേഷനിൽ ഇങ്ങനെ ഒരു റിജക്ഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് എഗൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്യാം, കോടതിയിൽ പോവാം, കേന്ദ്ര ഗവൺമെൻറ് നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം. ഓക്കെ, ഇത് നിങ്ങളുടെ ആ PSCക്ക് ഇപ്പോൾ അപേക്ഷിച്ച ആൾക്കാർക്കുള്ള ആ ചെറിയ സംശയത്തിന് ഒരു പരിഹാരമായി കണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കത് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ ഓൾ എന്നുള്ള ബട്ടൺ അമർത്താൻ മറക്കരുത്, ബെല്ലൈക്കണം. കാരണം ഇത് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ കാരണം പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചും മറിച്ചും നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവരുടെ സംശയം തീരാത്ത രീതിയിൽ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് നീട്ടി കൊണ്ടുവന്നു. കാരണം ചില ആൾക്കാർക്ക് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവും, ചില ആൾക്കാർക്ക് വീണ്ടും ആവർത്തിച്ച് പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ, ചില ആൾക്കാർക്ക് ആദ്യം പറഞ്ഞിട്ട് പിന്നെ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു PSCക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ആളും, അത് PSCക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ എൻ്റെ ടാർഗറ്റ് കംപ്ലീറ്റ് നിങ്ങൾ എൻ്റെ അടുത്ത് കൂടുതൽ ആൾക്കാർ വരണം ഞാൻ ഒരിക്കലും ഞാൻ ചിന്തിക്കാറില്ല. അതിൽ ആ കൂടുതൽ ആൾക്കാർ വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വർക്കൗട്ടും ചെയ്യാറില്ല. പക്ഷേ എൻ്റെ അടുത്ത് വരുന്നവന് റിസൾട്ട് ഉണ്ടാകണമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ അടുത്ത് വരുന്നവന് റിസൾട്ട് ഉണ്ടാകണം. ഒരു 100 എണ്ണം വന്നു കഴിഞ്ഞാൽ 100 എണ്ണത്തിന് എനിക്ക് കയറ്റാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, ഒരു 50 എണ്ണത്തിനെങ്കിലും, അതായത് പകുതി ഒരു 50% എൻ്റെ അടുത്ത് വന്ന കുട്ടികളെ എനിക്ക് ഈ ലിസ്റ്റിൽ കയറ്റണം എന്നുള്ളൊരു ആഗ്രഹം 100% ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ ഇന്നും ഇന്നലെയായിട്ട് വിളിച്ച ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിതിൻ്റെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി പെക്സ് വെച്ച ആൾക്കാർക്ക് ഇത് ഏത് രീതിയിൽ ഉപകരിക്കും അല്ലെങ്കിൽ ദോഷം ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഐ ആം ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുഡ് ബൈ.